വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മാർച്ച് 25 സഭ കന്യക മറിയാമിനോടുള്ള അരുളപ്പാട് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സുറിയാനി സഭ പാരമ്പര്യത്തിൽ മാർച്ച് 25 സുബോറ പെരുന്നാൾ അഥവാ വചനപ്പ് പെരുന്നാൾ ആണ്. ക്രിസ്തുവിൻ്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ്റെ ജനനത്തിൻ്റെ അറിയിപ്പിന് ശേഷം മറിയയ്ക്കുണ്ടായ അറിയിപ്പിനെ ആണ് ഈ ദിവസം സ്മരിക്കുന്നത്. മറിയയെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ സുവിശേഷത്തിൽ നൽകിയിട്ടുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ലൂക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോസഫ് ഹേലിയുടെ മകൻ എന്നാണ്. വേദപണ്ഡിതന്മാർ പറയുന്നത് യോസഫ് ഹേലിയുടെ ജാമാതാവ് എന്ന് വായിക്കണം എന്നാണ്. അങ്ങനെയെങ്കിൽ മറിയയുടെ പിതാവ് ഹേലി ആയിരിക്കണം. മശിയുടെ വരവിന് വേണ്ടി യഹൂദാജാതി ആകാംക്ഷയോട് കാത്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മറിയയ്ക്ക് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം അരുളപ്പാട് ലഭിക്കുന്നത്. യേശു ജനിക്കുന്നതിനും 750 വർഷം മുൻപ് യെശയ്യാ പ്രവാചകനിൽ കൂടി കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. യെശയ്യാവ് 7:14. ഈ അരുളപ്പാട് യഹൂദ കന്യമാർക്കെല്ലാം അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ നിവർത്തിപ്പാനായി ദൈവം മറിയയാണ് തിരഞ്ഞെടുത്തത്. മറിയയ്ക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടിയുണ്ട്. ലൂക്കോസ് 1:28. എന്താണ് മറിയയ്ക്ക് ലഭിച്ച കൃപ? ലോകരക്ഷകനായ കർത്താവ് മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്നു എന്നത് മറിയയ്ക്ക് ലഭിച്ച ദൈവകൃപ. അയോഗ്യരോട് കാണിക്കുന്ന ദൈവത്തിൻ്റെ ഔദാര്യമാണ് ദൈവകൃപ. ഈ കൃപയാണ് നമുക്കും ആവശ്യം. ഈ കർത്താവ് നമ്മിലും ഉരുവാകണം. അവൻ നമ്മിൽ ജന്മം എടുക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന ദൈവകൃപ. മറിയയെ ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാനുള്ള വാഹനമാക്കി തീർക്കുന്നതിന്. യഹൂദാഗോത്രത്തിലുള്ള അനേകം യുവതികൾ ആഗ്രഹിച്ചുവെങ്കിലും ഈ പദവി ലഭിച്ചത് മറിയയ്ക്കാണ്. അത് അവളുടെ യോഗ്യത കൊണ്ടല്ല, പിന്നെയോ ദൈവകൃപ ഒന്നു മാത്രം. ദൈവകൃപ മറിയയുടെ മേൽ ചൊരിഞ്ഞപ്പോൾ മറിയ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ലൂക്കോസ് 1:38. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച മറിയ ദൈവഹിതത്തിനായി തന്നെ സമർപ്പിച്ചു. മറിയയുടെ കീഴ്വഴക്കവും സമർപ്പണവുമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ രക്ഷണവേലയിൽ പങ്കുചേരുവാൻ ദൈവം മറിയയെ തിരഞ്ഞെടുത്തതുപോലെ അവൻ്റെ രക്ഷണവേലയിൽ പങ്കുചേരുവാൻ ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ മറുപടി എന്തായിരിക്കും? 1 തിമോഥെയോസ് 1:12 പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ശക്തി നൽകിയ യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ആർക്കും ലഭിക്കാത്ത വലിയ പദവിയാണ് ദൈവം മറിയയ്ക്ക് നൽകിയത്. ഈ പദവിയുടെ യഥാർത്ഥാർത്ഥം ഉൾക്കൊണ്ടപ്പോൾ മറിയയ്ക്ക് മനസ്സിലായി, ഭൂമിയിൽ എന്തെല്ലാം അപമാനവും നിന്ദയും സഹിക്കേണ്ടി വന്നാലും ഇതൊരു ഭാഗ്യം തന്നെയാണ് എന്ന്. മറിയയ്ക്കുണ്ടായ ദൂതൻ്റെ പ്രത്യക്ഷതയോ ദൈവിക അരുളപ്പാടോ അറിയാത്ത ലോകം മറിയ ഏതു വിധത്തിലാണ് കണ്ടതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള ചിന്തകൾ ഒന്നും ഏശാതെ മറിയ ദൈവഹിതത്തിനായി തന്നെ സമർപ്പിച്ചു. ക്രിസ്തുവിനെ വഹിക്കുന്നതിനാൽ അപമാനം സഹിക്കേണ്ടി വരുന്നത് ഇന്നും ഒരു യാഥാർത്ഥ്യം ആണ്. മറിയ നേരിട്ടതുപോലെയുള്ള ഒരു അപകടം ഉണ്ടായില്ലായിരിക്കാം. എങ്കിലും ദൈവരാജ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തി ജീവിതത്തിൽ മറ്റ് അപകടങ്ങൾ ഉണ്ടാവാം. അപവാദ പ്രചരണങ്ങളും ആരോപണങ്ങളും ഉണ്ടാവാം. ലോകം നമ്മെ ഏതു വിധത്തിൽ കാണുന്നു എന്നത് നമുക്ക് വിഷയമല്ല. ദൈവവും നാമും തമ്മിലുള്ള പ്രാഗൽഭ്യത്തിനാണ് ഇവിടെ പ്രസക്തി. സുവിശേഷ നിമിത്തം ലോകരുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി, ഒരു സംസാര വിഷയമായി, ഒരു അപമാനപാത്രമായി തീരേണ്ടി വന്നാൽ മറിയെപ്പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന സമർപ്പണത്തോടെ മുന്നേറുവാൻ നമുക്ക് കഴിയണം. ദൈവം നമ്മിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ
അസാധ്യമാണ് എന്ന് മാനുഷിക ചിന്തയിൽ തോന്നിയേക്കാം. എന്നാൽ ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നമ്മിൽ സമ്മേളിക്കുമ്പോൾ അസാധ്യമായത് യാതൊന്നും ഇല്ല. നമ്മുടെ പരിമിതികളും അയോഗ്യതകളും എല്ലാം കർത്താവ് പൂർണ്ണമായി മാറ്റിത്തരും. ദൈവിക നിയോഗം ഏറ്റെടുക്കുവാനുള്ള സമർപ്പണം മാത്രമാണ് നമുക്ക് വേണ്ടത്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് പൂർണ്ണ സമർപ്പണം മാത്രമാണ്. 2 കൊരിന്ത്യർ 8:5 പറയുന്നത്, അവർ മുൻപേ തന്നെ കർത്താവിനും പിന്നെ ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അതെ, ദൈവ ഇഷ്ടത്തിനും കർത്താവിനും നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ നിയോഗം ഏറ്റെടുത്ത് പൂർണ്ണ സമർപ്പണത്തോടെ ദൈവഹിതത്തിന് എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആമേൻ.